ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദീരീസ് കിച്ചൺ. ഇത് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പീച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ്. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഇവിടെ ഞാനിവിടെ 2 കുഞ്ഞ് മീഡിയം സൈസ് പീച്ചിങ്ങ ചെറുതായി അരിഞ്ഞത്, ഒരു കോഴിമുട്ട, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, 2 തണ്ട് കറിവേപ്പില, അല്പം വെളിച്ചെണ്ണ. ഇനി നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കാം. സ്റ്റൗ ഓണാക്കി നല്ല ചൂട് കട്ടിയുള്ള ചീനച്ചട്ടി ചൂടാകാൻ വയ്ക്കാം. പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. കടുക് നല്ലോണം പൊട്ടി വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു സവാള ചെറുതായിരുന്നത്, സവാള ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഇത് എൻ്റെ മദർ-ഇൻ-ലോയുടെ അടുത്തുനിന്ന് പഠിച്ചാട്ടോ ഈ റെസിപ്പി. അവിടെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. സവാള നല്ലോണം വഴഞ്ഞു വന്ന് നമുക്ക് ഇനി ഇതിൻ്റെ പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനൊരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. അല്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പീച്ചിങ് ഇട്ട് കൊടുക്കാം. സിമ്മിലിട്ടിട്ട് കൊടുക്കണം. പീച്ചിങ്ങിൽ നമ്മൾ വെള്ളം ചേർക്കില്ല, കാരണം പീച്ചിങ്ങിൽ കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മൾ പീച്ചിങ്ങിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം ഒതുക്കി കൂട്ടിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. പിന്നെ വെള്ളം ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ ഒരു പകുതി വേവാകുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. വെള്ളമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വെള്ളമൊക്കെ പകുതി കുറച്ച് വേവായിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും പീച്ചിങ്. നമുക്കിനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നാടൻ മുട്ടയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇല്ല, നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന മുട്ടയും യൂസ് ചെയ്യാം. ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നാടൻ മുട്ട എടുത്തതെന്ന് പറഞ്ഞത്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയമില്ലേ, ഇനി അത്രയും സമയം കൂടെ മതി. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ വെറൈറ്റി പീച്ചിങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ചൂട് പാർന്ന നല്ല വെറൈറ്റി പീച്ചിങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ആയിട്ട് ഈ മുട്ടയൊക്കെ ഇട്ട് പീച്ചിങ്ങ ഉണ്ടാക്കുന്നത്, ചെമ്മീനൊക്കെ ഇട്ട് നമ്മൾ പീച്ചിങ്ങ ഉണ്ടാക്കാറുണ്ട്. ഇത് മുട്ടയിട്ട് പീച്ചിങ്ങ എനിക്കറിയില്ല ചെയ്യാറുണ്ടോ എന്ന്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ ദെൻ, ബൈ, താങ്ക് യു.